മുള്ളരിങ്ങാട് ലൂർദ് മാതാപള്ളി വികാരിയുടെ കാർ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു. ഫാദർ ജേക്കബ് വാട്ടപ്പിള്ളിയുടെ കാറാണ് ഒഴുക്കിൽപ്പെട്ടത്. വികാരിയെ രക്ഷപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ ജെയിൻ എസ് രാജു നൽകും. ജെയിൻ, നമസ്കാരം. ഇത് എപ്പോഴായിരുന്നു സംഭവം? മറ്റ് പരിക്കുകളൊന്നുമില്ലാതെ ഫാദർ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാണ് ഈ മേഖലയിൽ, മുള്ളിരിങ്ങാട് മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തത്. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഈ സമയത്താണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇതിന് സമീപത്തോടെയുള്ള ഒരു റോഡിലൂടെ പോകുന്ന വഴി ഈ വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വാഹനത്തിൽ വൈദികൻ ജേക്കബ് വാട്ടപ്പള്ളിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഫ്രണ്ടിന്റെ വീട്ടിലിരിക്കായിരുന്നു. ഞങ്ങളൊരു 4 പേര് ഫ്രണ്ടിന്റെ വീട്ടിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. മഴ പെയ്ത സമയത്ത് ആദ്യം ചെറിയൊരു മഴയായിരുന്നു. മഴ പെയ്ത് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റോഡിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ബൈക്കും കൊണ്ടൊരു ചേട്ടൻ വന്നു. അപ്പോൾ ബൈക്കും കൊണ്ടൊരു ചേട്ടൻ വന്നപ്പോൾ പുള്ളിയുടെ ബൈക്ക് അവിടെ നിന്നുപോയി. അതിനുശേഷമാണ് ഞങ്ങളെല്ലാം പിടിച്ച് തള്ളിക്കയറ്റി വെച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് പിന്നെയും വെള്ളം കൂടി. അപ്പോഴത്തേക്ക് ഒരു 7-7:30 ആയി. അപ്പോഴത്തേക്കാണ് അച്ഛൻ വന്നത്. അപ്പം അച്ഛൻ വന്നതിന് ശേഷം അച്ഛന്റെ വണ്ടി അവിടെ വെള്ളത്തിൽ പെട്ടു. അപ്പൊ ഞങ്ങൾ പകുതി എത്തുമ്പോഴത്തേക്ക് അച്ഛനോട് വരലേ, ആരാന്നറിയില്ലായിരുന്നു, വരലേന്ന് പറയാൻ വേണ്ടി അവിടെ ചെന്നു. വന്നപ്പോഴത്തേക്കും വണ്ടി വെള്ളത്തിലേക്ക് പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറെ ആൾക്കാർ കൂടി ചാടാനൊക്കെ ചാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെയുള്ള ചേട്ടന്മാർ സമ്മതിച്ചില്ല. ഭയങ്കര ഒഴുക്കാണ്, ഇപ്പൊ ചാടി ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അത്ര ആളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നേരെ അതിന്റെ പുറകെ ഓടി ഒരു 200-300 മീറ്റർ വന്നു. 300 മീറ്റർ വന്നപ്പോഴത്തേക്കും എന്തായാലും ചാടാന്നുള്ള രീതിയിൽ എടുത്ത് ചാടിയപ്പോഴത്തേക്കും അച്ഛൻ ഫ്രണ്ടിലത്തെ 2 ഡോറും ലോക്കായിരുന്നു. ബാക്കിലത്തെ ഡോറ് തുറന്ന് അച്ഛൻ അപ്പോഴത്തേക്കും പുറത്ത് വന്നിരുന്നു. അപ്പോൾ അയ്യോ എന്ന് വിളിച്ചാണ് അച്ഛൻ അവിടെ നിന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് കേൾക്കാം. പിന്നെ റോട്ടിൽ നിന്ന് ആൾക്കാർ ടോർച്ചടിക്കേണ്ടി വെള്ളത്തിലേക്ക്. അപ്പോഴത്തേക്കും ഞങ്ങളെടുത്ത് ചാടി ഒരു മരത്തെ പിടിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അനീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് അച്ഛനെ വലിച്ച് കയറ്റിയത്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും വലിച്ച് അച്ഛനെ കരയ്ക്ക് കയറ്റിയപ്പോഴത്തേക്ക് ആ സമയത്ത് എപ്പോൾ മുതൽ മഴ തുടങ്ങി? ഒരു 6:30 തുടങ്ങിയ മഴയായിരുന്നു. 5 മണി തൊട്ട് മഴയായിരുന്നു. ഞങ്ങൾ മഴ പെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയിരുന്നത്. അവന്റെ വീട് ആ പുഴയുടെ റോഡിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റി ഇങ്ങനെ വന്നതും റോഡ് അപകടത്തിൽ പെടുന്നത്. തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇപ്പോൾ വൈദികനായിട്ടുള്ള ജേക്കബ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛൻ എന്താ സംഭവിച്ചത്? ഇന്നലെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 7:15 കാണും. റോട്ടില് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ അധികം വെള്ളം ഇല്ലെന്ന് ഓർത്തുകൊണ്ട് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് എന്തോരം വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് വലിയ പരിചയമില്ലാത്ത വഴിയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഈ വഴി കൂടെ തിരിച്ചു അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഒഴുക്ക് വന്ന് വണ്ടി പയ്യെ തിരിയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ തുടങ്ങി. ഫ്രണ്ട് ഡോറ് ജാമായി. ബാക്കി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുഴ നീന്തി കരയ്ക്ക് എത്തുകയത്. പുഴയിലേക്ക് വീണു. വണ്ടി പുഴയിലേക്ക് ഒഴുകി വന്നു. ഒരു 200 മീറ്ററോളം വണ്ടി പുഴയിലൂടെ ഒഴുകി. അച്ഛൻ പുഴയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടു. ഞാൻ പുഴയിലേക്ക് വീണില്ല. ഞാൻ ഡോറ് തുറന്ന് ഇറങ്ങുവാണ് ചെയ്തത്. എപ്പോഴത്തോട്ട് മഴ ഉണ്ടായിരുന്നു? ഒരു 5-6 മണിയൊക്കെ തൊട്ട് പെട്ടെന്ന് മഴ പെയ്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയത്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. കാറ് പൂർണ്ണമായിട്ട് പോയല്ലേ? കാറ് പോയി. അത് കാറാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത്. കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് 200 മീറ്ററിലധികം വെള്ളത്തിലൂടെ ഒഴുകിയാണ് ഇപ്പോൾ ഈ സമീപത്ത് ഒരു പുഴയോരത്തേക്ക് അല്ലെങ്കിൽ ഈ തോടിന്റെ അരികിൽ ഈ കാറ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ കാർ ഇവിടെ നിന്ന് എടുത്തു മാറ്റാനൊക്കെയുള്ള ശ്രമം നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെയും നേതൃത്വത്തിലൊക്കെ നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഈ മുള്ളിരിങ്ങാട് മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴ പെയ്തത്. നമുക്കറിയാം, ഇന്നലെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. പക്ഷേ അതിന് സമാനമായിട്ട് മറ്റ് പല പ്രദേശങ്ങളിലൊന്നും മഴ പെയ്തില്ല. പക്ഷേ ഈ മുള്ളരിങ്ങാട് മേഖലയിൽ മാത്രം അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായത്. ഇവിടെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉരുൾപൊട്ടലൊന്നും ഉണ്ടായില്ല. വലിയ മഴവെള്ളപ്പാച്ചിലാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ജെയിൻ, ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകതയും ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും വിദഗ്ധരും പറയുന്നത് അങ്ങനെയാണല്ലോ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നുള്ളത് പല സ്ഥലത്തും ദുരിതമുണ്ടാക്കുന്നുണ്ട്. ജില്ലയിൽ അതിനോടനുബന്ധിച്ച് മറ്റെവിടെയെങ്കിലുമൊക്കെ വെള്ളക്കെട്ടും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ടോ ജെയിൻ?
മോദി, ഇന്നലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ ഈ മേഖലയിൽ വൈകിട്ട് ഇന്നലെ പകൽ സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മഴയുടെ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ മഴ പെയ്തതും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ പെയ്തു. തൊടുപുഴയിൽ മഴയുണ്ടായിരുന്നെങ്കിലും നേരിയ മഴ മാത്രമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വണ്ണപ്പുറം മേഖലയിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു. പക്ഷേ ഈ മുള്ളരിങ്ങാട് മേഖലയിലാണ് ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാഹനം പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. കാരണം ഇനിയൊരു ശക്തമായ മഴ പെയ്യുകയും ഈ പുഴയിലെ വെള്ളം കൂടുകയും ചെയ്താൽ വീണ്ടും ഈ കാർ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വാഹനം പുറത്തേക്ക് മാറ്റുക എന്നുള്ള ഒരു ശ്രമമാണ് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്യുന്നില്ല. ഏതായാലും അപകടങ്ങളൊന്നും കൂടാതെ വാഹനം ഓടിച്ചിരുന്നയാളിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്.